കാർഡിയോ ചെയ്താൽ ഫാറ്റ് കുറയും, ബോഡി ഷേപ്പ് ആകും. അതുപോലെ തന്നെ കാർഡിയോ ഫസ്റ്റ് ദെൻ വെയിറ്റ് ട്രെയിനിങ് എന്നൊക്കെ പറയുന്ന ഫ്രണ്ട്സോ അതുപോലെ ട്രെയിനേഴ്സോ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ പരിചയത്തിൽ? സോ എങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഒരു മിത്താണ് ഗൈസ്. സോ എന്താണ് കാർഡിയോ? കാർഡിയോ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി മുഖാന്തരം നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് കാർഡിയോ എന്ന് പറയുന്നത്. ഇതിന്റെ ഫലമായിട്ട് ലെങ്സിന്റെ നിങ്ങളുടെ ഹാർട്ടിന്റെ എഫിഷ്യൻസി കൂട്ടാനും പറ്റുന്നുണ്ട്. സോ ഇതാണ് കാർഡിയോ എന്ന് അർത്ഥമാകുന്നത്. നമ്മൾ ഈ കൊടുക്കുന്ന എഫേർട്സിൽ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഒന്ന് സോൺ 1, സോൺ 2, സോൺ 3 എന്ന് തിരിയും. സോൺ 1 എന്ന് പറയുന്നത് ലോ ഇന്റൻസിറ്റി സോൺ ആണ്. ഇവിടെ നമ്മുടെ MHR അതായത് മാക്സിമം ഹാർട്ട് റേറ്റ് 65 to 75% ആണ്. ശരിയാണ്, ഒരു ലോ ഇന്റൻസിറ്റി എക്സസൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫ്യൂവൽ എടുക്കുന്നത് ഫാറ്റിൽ നിന്നാണ്. അതുകൊണ്ട് ഫാറ്റ് കുറയും. ബട്ട് സോൺ 2ലും സോൺ 3ലും സംഭവിക്കുന്നത് ഇതല്ല. സോ അവിടെ സംഭവിക്കുന്ന പറയുന്നത് അവിടെ ഹൈ ഇന്റൻസിറ്റി ആക്ടിവിറ്റി ആണ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്യൂവൽ എടുക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. തന്മൂലം അവിടെ ഒരു ടോട്ടൽ കാലറി എക്സ്പെൻഡിച്ചറിൽ നിന്നാണ് കുറവ് വരുന്നത്. സോൺ 1നെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ബേൺ സംഭവിക്കാൻ സാധ്യതയുള്ളത് സോൺ 2ലും സോൺ 3ലും. ഞാൻ ജിമ്മിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, അതായത് ഏറ്റവും കൂടുതൽ ഫാറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടുതൽ കാർഡിയോ മെഷീൻസിന്റെ അടുത്ത് അല്ലെങ്കിൽ കാർഡിയോ ആക്ടിവിറ്റിയുടെ മാത്രമായിരിക്കും നിൽക്കുന്നത്. അതേ സമയത്ത് ഇവർ തന്നെ ഇവരുടെ ഫുഡിലൊരു കൺട്രോൾ വരുത്താറില്ല. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കാർഡിയോ ചെയ്തെന്ന് മാത്രം നിങ്ങൾ ഒരിക്കലും ഒരു ഗുഡ് ഷേപ്പിലേക്ക് വരില്ല. കാർഡിയോ ഡസിൻ ഗീവ് എ ഗുഡ് ഫിസിക്. നിങ്ങൾക്ക് നല്ലൊരു ഫിസിക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ണം കുറച്ച് നല്ല രീതിയിലേക്ക് വരണം, നിങ്ങൾ ഒബ്വിയസ്ലി വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം. സോ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പലരും വിചാരിക്കുന്നത് ജിമ്മിൽ പോയാൽ മാത്രം അല്ലെങ്കിൽ കാർഡിയോ ചെയ്താൽ അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിൻ ചെയ്താൽ മാത്രമേ ഫാറ്റ് കുറയുക അല്ലെങ്കിൽ ഗെയിൻ ആവുന്നത്. അങ്ങനെയല്ല. നിങ്ങൾ ഡയറ്റ് ഇത് കംപ്ലീറ്റ്ലി ഡയറ്റ് മാൻഡേറ്റ് ചെയ്യണം. അത് ഡയറ്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും വണ്ണം വയ്ക്കില്ല അല്ലെങ്കിൽ വണ്ണം കുറയില്ല. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഫാറ്റ് ലോസ് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ടുള്ള എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യും. നിങ്ങളൊരു കാലോറി ഡെഫിസിറ്റിലാണ് നിങ്ങൾ ഉറപ്പ് വരുത്താണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഫാറ്റ് ലോസ് സാധ്യമാവില്ല. ആസ് എ ബിഗിനർ ആണെങ്കിൽ ചാടി കയറി പോയിട്ട് ഹൈ ഇന്റൻസിറ്റി ഞാൻ സോൺ 2 അല്ലെങ്കിൽ സോൺ 3ൽ പെർഫോം ചെയ്യണമെന്ന് ഒരിക്കലും പറയും. ഗ്രാജുവലി നിങ്ങളുടെ ലെവൽ അപ്പ് ചെയ്ത് കൊണ്ടുവരിക. സോ അങ്ങനെ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് നിങ്ങളുടെ കാർഡിയോ സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാൻ നോക്കുക. സോ ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ഗോൾ എന്താണോ അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. സോ നിങ്ങൾ മനസ്സിലാക്കുക, കാർഡിയോ ഒരിക്കലും ഒരു കംപ്ലീറ്റ് വർക്കൗട്ട് അല്ല. അൺലെസ് നിങ്ങളൊരു എന്താ പറയുക ഒരു ഹിറ്റൊക്കെ നിങ്ങൾ പെർഫോം ചെയ്യുന്നവരെ. സോ ഹിറ്റൊക്കെയാണ് കുറച്ചുകൂടി ഇന്റൻസിറ്റി ഉള്ളതാണ്. ഹിറ്റൊക്കെ നമുക്ക് ബോഡി വെയിറ്റ് വെച്ചിട്ട് നല്ലാണ്ട് വേറെ രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. കാർഡിയോ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ എല്ലാം മൾട്ടിപ്പിൾ ആയിട്ട് വർക്കൗട്ട് ചെയ്യുക, ഇന്റൻസിറ്റി പയ്യെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ ഡയറ്റ് കംപ്ലീറ്റ്ലി അഷ്യൂർ ചെയ്യുക. സോ വെയിറ്റ് കുറയ്ക്കുന്ന ഒരാളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഡെഫിസിറ്റ് ഫോളോ ചെയ്യുക. വെയിറ്റ് കൂട്ടുന്ന ആളാണെങ്കിൽ സർപ്ലസിൽ പോകാൻ നോക്കുക.